മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് നൂറ. അങ്ങനെ നൂറ പറയുന്നുണ്ട്, നമ്മുടെ കിച്ചൺ ടീമിൽ നിന്നും അനുമോൾ ഇറങ്ങിപ്പോയ പ്രശ്നം തന്നെയാണ് അവരെടുത്തിട്ടിരിക്കുന്നത്. അനുമോൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് എല്ലാവരും കേട്ടേ പറ്റുന്നത് അനീഷ് ഏട്ടൻ പറയുന്നുണ്ട്. സ്ട്രോങ് ആയിട്ട് അനുമോൾക്ക് കട്ട സപ്പോർട്ടുമായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് അനുമോൾ എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്, ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് രാവിലെ ചോറിട്ടത് ഞാനല്ല, ആദിലയാണ്. 3 ഗ്ലാസ് 3.5 ഗ്ലാസ് അരി ഇടാൻ ഞാൻ പറഞ്ഞു. പക്ഷേ 3.25 ഗ്ലാസ്സേ ഞാൻ ഇട്ടിട്ടുള്ളൂ എന്ന് ആദില പറയുമ്പോഴും അത്രയും ചോറ് അവിടെ ബാക്കി വന്നിട്ടുമുണ്ട്. ആ സമയത്ത് അനുമോള് പറയുന്നുണ്ട്, ഞാൻ അത്രയാണ് ഇടാൻ പറഞ്ഞത്, ആദിലയാണ് ഇട്ടതെന്ന് പറയുന്നുണ്ട്. പിന്നീട് പയറുതോരൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചോറിന്ന് കുറേ കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പയറുതോരൻ ഞാൻ ആവശ്യത്തിൽ എല്ലാവർക്കും ഈക്വലായി തന്നെ വിളമ്പിയിട്ടുണ്ട്. അതിനുശേഷം ചോറ് എല്ലാവരും കുറച്ചെടുത്ത് പയറുതോരനാണ് എല്ലാവരും കൂടുതൽ എടുത്തുകൊണ്ട് പോയത്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, രണ്ടാമത് ചോറെടുക്കാൻ വരുന്നവർക്ക് പയറുതോരനും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീണ്ടും കഴിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ എല്ലാവർക്കും വിളമ്പിയതിന് ശേഷം മാത്രമാണ് ഞാൻ മാറ്റി വെച്ചതെന്ന് അനുമോൾ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് ഞാൻ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ക്യാപ്റ്റനോട് പറഞ്ഞിട്ടാണ്. നൂറ അവിടെ പറയുന്നുണ്ട്, നൂറേനോട് പറയാതെയായിരുന്നു അവൾ തന്നിഷ്ടം കാണിച്ച് ഇറങ്ങിപ്പോയി എന്നൊക്കെ നൂറ അവിടെ കിടന്ന് കുറേ നേരം പറയുന്നുണ്ടായിരുന്നു. എല്ലാവരുടെ മുമ്പിൽ വെച്ച് അനുമോൾ പറഞ്ഞു, ഞാൻ നൂറയോട് പറഞ്ഞിട്ടാണ്, ഞാൻ കിച്ചൺ ക്യാപ്റ്റനോട് പറഞ്ഞു ഇവിടെ പ്രശ്നമാവുന്നത് കൊണ്ട് ഞാൻ പോകുന്നു എന്ന്. ഞാൻ എവിടെ നിന്നും ഇറങ്ങി പോയിട്ടുള്ളതല്ല. അപ്പാണി ശരത്തിൻ്റെ ആയിരുന്ന സമയത്ത് അപ്പാണി ശരത്താണ് എന്നെ ഇറക്കി വിട്ടതെന്നാണ് അനുമോൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അക്ബർ അതിൻ്റെ ഇടയിൽ കയറി പറയുന്നുണ്ട്, അനുമോൾ പറഞ്ഞു സാബുമാന അരി ഇട്ടതെന്ന്. അതും വളരെ വ്യക്തമായി ലൈവിൽ കേൾക്കാമായിരുന്നു. അനുമോൾ സാബുമാനാണ് ഇട്ടതെന്നല്ല പറഞ്ഞത്, സാബുമാൻ്റെ കൂടെയുള്ള ആളെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദിലയ്ക്കും നൂറയ്ക്കും ഇത്രയും മനംമാറ്റം എവിടുന്ന് സംഭവിച്ചു എന്ന് നമുക്കറിയണമെങ്കിൽ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകേണ്ടി വരും ലൈവിലായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ബാത്റൂം ഏരിയൻ്റെ ആ ഒരു സൈഡിൽ വെച്ചിട്ടാണ് പറയുന്നത്, അനുമോൾക്ക് പുറത്ത് നെഗറ്റീവാണ്. നമ്മുടെ നൂറയാണെങ്കിൽ ടോപ്പ് 5ലും വന്നിട്ടുണ്ട്. നൂറ കപ്പടിക്കണം എന്നുള്ള ആഗ്രഹമാണ് ആദിലയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അനുമോൾക്കെതിരെ രണ്ടുപേരും കൂടെ തിരിഞ്ഞിട്ടുള്ളത്. ഷാനവാസിക്കയും അനുമോൾക്കെതിരെ നല്ല രീതിയിൽ ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. എന്താണേലും കട്ട സപ്പോർട്ടായി അനീഷ് കൂടിയുണ്ട്.